ഹലോ എവ്രി വൺ. എൻ്റെ പേര് മാധവ് രാഹുൽ. ഞാനൊരു തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ് ഗവൺമെൻറ് ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ. ഞാനിനി വീഡിയോയിൽ പങ്കെടുക്കാൻ കാരണമെന്ന് വെച്ചാൽ പഠിച്ച രീതികൾ എന്തൊക്കെയാണ് വായിച്ചത് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ വന്ന KUHSന്റെ റിസൾട്ട്സ് ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ എനിക്ക് ഫൈനലിൽ ഒരു 79.89% ഡിസ്റ്റിങ്ഷൻ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ പ്രൊഫസർ രാമചന്ദ്രൻ ഗോൾഡ് മെഡൽ എക്സാമിനും ഒരു 9th റാങ്ക് കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. സോ അത് കാരണം ജസ്റ്റ് എന്തൊക്കെ വായിച്ചു എന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നേ ഉള്ളൂ. സോ ബേസിക്കലി ഇപ്പം ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ചൂസ് ചെയ്യുക. പാത്തോളജീൻ്റെ ആണെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ചൂസ് ചെയ്യുക. കുറെ പേർക്ക് ഹർഷ്മോഹൻ ആയിരിക്കും, കുറെ പേർക്ക് രാംദാസ് ആയിരിക്കും, കുറെ പേർക്ക് റോബിൻസ് ആയിരിക്കും. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട റോബിൻസ് ആണ്. കാരണം ഒരു കംപ്ലീഷൻ അത് റോബിൻസിൽ മാത്രമേ കിട്ടിട്ടുള്ളൂ. കുറെ പേരുടെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ റോബിൻസ് ഇസ് ടു ബോറിംഗ്, റോബിൻസ് ഇസ് ടു ലെങ്തി. അത് സമയം എടുത്ത് വായിക്കാനുള്ള ഒരു ബുക്ക് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ക്ലാസ്സിന്റെ ബേസിസിൽ അന്ന് ക്ലാസ് എടുത്ത ടോപ്പിക് ഏതാണോ അത് കമ്പയർ ചെയ്ത് റോബിൻസ് വായിക്കുമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അത് കാരണം പിന്നെ തിരിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പോകേണ്ട കാര്യമില്ല, ഈ നോട്ട് മാത്രം വായിച്ചാൽ മതി. അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ റെഫർ അതർ ടെക്സ്റ്റ് ബുക്സ്. റോബിൻസ് തന്നെ വായിക്കണമെന്ന് നിർബന്ധമില്ല. ചില ടോപ്പിക്സ് ഒക്കെ മറ്റേ ടെക്സ്റ്റ് ബുക്സിൽ നിന്നും ഒക്കെ ഞാൻ വായിച്ചായിരുന്നു. പിന്നെ ഗോൾഡ് മെഡലിനെ കുറിച്ച് പറയുവാണെങ്കിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. മേ ബി ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ആൽഷിമേഴ്സ് ഡിസീസ്, പിന്നെ നമ്മുടെ ന്യൂറോ ഫൈബ്രോമറ്റോസിസ്, പ്യൂച്ച് ജഗർ സിൻഡ്രോം, പിന്നെ കുറേ ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. അതൊന്നും ചിലപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആവില്ല. പക്ഷെ ആ കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും ഈ ഗോൾഡ് മെഡൽ എക്സാമിന് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ പാസ്റ്റ് 2-3 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ അത് എഴുതിയ എക്സാം എഴുതിയവരുടെ എക്സ്പീരിയൻസ് അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത്. ഇപ്പം ഞങ്ങളുടെ കോളേജിലാണെങ്കിൽ വിജയശ്രീ ഉണ്ട്. അവരാണ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് എന്തൊക്കെ ടൈപ്സ് ക്വസ്റ്റ്യൻസ് വരാമെന്നും പിന്നെ മോഡൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടതും അതൊക്കെ അവർ തന്നെയാണ്. അതൊക്കെ കണ്ടിട്ടാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് എന്തൊക്കെ വായിക്കണം. അല്ലാതെ ഫുൾ റോബിൻസിൽ നിന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. സെലക്ടഡ് ടോപ്പിക്സ് കണ്ടുപിടിച്ച ആ ഒരു സ്മാർട്ട് ലേണിംഗ് ആണ് ഇമ്പോർട്ടന്റ് ഇതിൽ. പിന്നെ യൂണിവേഴ്സിറ്റിക്ക് വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ റോബിൻസ് മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആൻസർ കിട്ടണമെന്നില്ല. കുറെ ടേബിൾസ് എല്ലാം ഹർഷ്മോനിലായിരിക്കും ഉള്ളത്. അപ്പോൾ അതെല്ലാം ഒരു കമ്പൈൻ ചെയ്ത് സ്മാർട്ടായിട്ട് പഠിക്കുക. വെറുതെ സമയം കളയാൻ വേണ്ടി കുറെ വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സെലക്റ്റീവ് ആയിട്ട് കണ്ടുപിടിച്ച് സമയം യൂട്ടിലൈസ് ചെയ്ത് തന്നെ എഴുതുക. പിന്നെ ഗോൾഡ് മെഡലിന് ഇത് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ഈ ഡിഫറെന്റ് ടോപ്പിക്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി എഴുതിയവരോ അവരുടെ ക്വസ്റ്റ്യൻസിന് മെമ്മറി ഉണ്ടെങ്കിലോ ക്വസ്റ്റ്യൻ്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ മിക്ക കോളേജസിലും ഒരു സെലക്ഷൻ എക്സാം നടത്തും. അതെന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും അവർ ക്വസ്റ്റ്യൻസ് ഇടുക. അതെന്തായാലും റെഫർ ചെയ്യുക. അതിന് ഇപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല അത് എവിടെ നിന്നാണ് ചോദിച്ചിട്ട് ആ ഒരു ടോപ്പിക്കും കൂടുതൽ വായിക്കാൻ നോക്കുക. അത്രയൊക്കെ ഉള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്.